ഹലോ ഭരത്. പറയുന്നല്ലേ ഭരത്, നിങ്ങൾ ഉടനെ പുറപ്പെട്ടു വരണം. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണേ. അവൻ സംസാരിക്കുന്ന കാണുമ്പോഴേ മനസ്സിലാവുന്നില്ലേ അവള് നളിനിയാണെന്ന്. ചിലപ്പോ അവന്റെ അമ്മയെ വിളിച്ചിട്ടുണ്ടാവുക. അതെ, അമ്മ തന്നെ, ആ മാൻ തന്നെ. നിങ്ങൾ താമസിക്കുന്ന ഓരോ സെക്കൻഡും രണ്ട് കുടുംബത്തിലും ഭയങ്കര പ്രശ്നങ്ങളാണ്. ബാക്കിയൊക്കെ നേരിട്ട് പറയാം. പാലത്തിനടുത്തുണ്ടാവും. വേഗം വരണം. രണ്ടുപേരും നിങ്ങളുടെ സ്കൂളിലാണോ ജോലി? ടീച്ചേഴ്സാണോ? ഇവരുടെ രണ്ടുപേരുടെ ആത്മാക്കൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തില്ല. ഞാൻ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ആയുസ് എടുത്ത് ഇവർക്ക് കൊടുത്തു. അവര് രണ്ടുപേരും ജീവന് തുല്യം സ്നേഹിച്ചവരാണ്. ഏതായാലും രണ്ടുപേരും ബോഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരി, ഞാൻ നോക്കാം. അതെ, നല്ലത്. നീ പറഞ്ഞത് ശരിയാണ്. ഇവരുടെ രണ്ടുപേരുടെ ആത്മാവ് പരസ്പരം മാറിയിരിക്കുന്നു. ശരി, നിൽക്കുക. ഞാൻ എൻ്റെ ഗുരുജിയെ പ്രാർത്ഥിച്ച് മാറ്റിത്തരാം. സർ, എല്ലാവരുടെയും മാതൃകയാകേണ്ട നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കുട്ടികളെ നല്ല വഴിക്ക് നയിക്കേണ്ട നിങ്ങൾ അവരുടെ ആഗ്രഹങ്ങളെ തടയാൻ പാടുണ്ടോ? എന്താ എന്റെ മോളോടെന്താടാ സംസാരിച്ചത്? എടാ, നാണമില്ല നിനക്ക്? ഇവനുള്ള ധൈര്യത്തിലല്ല നീ സ്കൂൾ അടയ്ക്കാതിരിക്കുന്നത്. കൊന്നുകളയുന്നതിന്റെ താനിങ്ങനെ അടയ്ക്കണം എന്ന് പറയുന്നുള്ളൂ. അടയ്ക്കാതെ വല്ല ചാരായ ഫാക്ടറിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നീ വിടുമോളെ. ഞാൻ നിന്നോട് കേണ അപേക്ഷിക്കാം. പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ. നീ വീട്ടിൽ പോ. ഹലോ അമ്മാവ, എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. മറഞ്ഞിരുന്ന് ആക്രമിക്കുന്നവനല്ല ഞാൻ. നേർക്ക് നേരെ വന്ന് നേരിടുന്നവനാണ് ഞാൻ. പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ.
കേട്ടാലും ഉണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇവിടുത്തെ ചില അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ചില സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനും കേട്ടു. എന്താണെന്ന് വെച്ചാൽ ചില പ്രൈവറ്റ് സ്കൂളിലൊക്കെ +2 പാഠങ്ങൾ +1ലും 10ാം ക്ലാസ് പാഠങ്ങൾ 9ലും നടത്തുന്നുണ്ടെന്ന്. അതുപോലെ നമുക്കും ചെയ്താൽ എന്താണെന്ന് ചോദിക്കും. അതിലെന്താ സാർ തെറ്റ്? +2 മാർക്ക് കണ്ടിട്ടല്ലേ അഡ്മിഷൻ കൊടുക്കുന്നത്. ജനങ്ങളുമായി ഒത്തുചേരുന്നതിൽ കുഴപ്പമില്ല സർ. 80% സ്കൂളുണ്ട്. 12ാം ക്ലാസ്സിലെ 11ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലെ 9ലും ആ പാഠം എടുക്കുന്നത് പോരാന്നും പറഞ്ഞ് സ്പെഷ്യൽ ക്ലാസ് നടത്തി രാത്രി വീട്ടിലേക്ക് അതുകൊണ്ടാണ് ഞാനും ചോദിക്കുന്നത്, എന്തിനാണ് ഗവൺമെന്റ് +1നും 9നും വേറെ സബ്ജക്ട്സ് വെക്കുന്നതും അത് ഒരു വർഷത്തിനകം തീർക്കണമെന്ന് അവർ പറയണത്? സാർ, നമ്മൾ ആദ്യത്തെ 3 മാസത്തില് 9നും +1ലുള്ള പോർഷൻസ് ഒക്കെ എടുത്തിട്ട് ബാക്കിയുള്ള ഒരു വർഷവും 9 മാസത്തിൽ 10നും +2നുള്ള പാഠങ്ങൾ എടുക്കാലോ. അതായത് ഒരു വർഷം മുഴുവനും എടുക്കേണ്ട സബ്ജക്ട്സ് 3 മാസത്തിനകം എടുത്തിട്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കണമെന്ന് അങ്ങനെയല്ലേ പറഞ്ഞത്? 9ാം ക്ലാസ്സാണ് 10ന് ബേസിക്. 9ാം ക്ലാസ്സിൽ മനസ്സിലാക്കി പഠിക്കുന്ന പാഠങ്ങളാണ് 10th സ്റ്റാൻഡേർഡിൽ നല്ല മാർക്ക് കിട്ടാൻ സഹായിക്കൂ. അതുപോലെ തന്നെയാണ് +1നും +2വും. മനസ്സിലാക്കാതെ പഠിച്ച് എക്സാം എഴുതി എത്ര പേരുണ്ടെന്ന് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ട് ആവുന്ന പിള്ളേർ ഒന്ന് പറയൂ നിങ്ങൾ? വളരെ കുറവാണ്. ഇതിനൊക്കെ ആരാണ് കാരണം? ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശരിക്കും നടത്താത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ സ്കൂൾ കുട്ടികൾ സ്റ്റേറ്റ് ഫസ്റ്റ് വരണം, ആ പേരും പറഞ്ഞ് ഒരുപാട് ഡൊണേഷൻ വാങ്ങിക്കണം. പിള്ളേരുടെ ഫ്യൂച്ചർ തന്നെ സ്പോയിൽ ആകും ഇത് കാരണം. +2ൽ നല്ല മാർക്ക് എടുക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് കോളേജിൽ അതുപോലെ മാർക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്ഥിതി നമ്മൾ മാറ്റണം. എല്ലാ സ്കൂളുകൾക്കും ഒരു ഉദാഹരണമായി നമ്മുടെ സ്കൂൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊരു സ്റ്റുഡന്റിനും ഏതൊരു മാതാപിതാക്കൾക്കും മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. അതാത് ഗ്രൂപ്പിൽ പഠിക്കുന്ന കൊല്ലം മുഴുവനും അവർക്ക് എന്ത് ആവശ്യമുണ്ടോ അത് മാത്രമേ അവർ പഠിക്കാൻ പാടുള്ളൂ. മനസ്സിലാക്കി പഠിക്കട്ടെ. പബ്ലിക് എക്സാം വരുന്നുണ്ട്, ബോർഡ് എക്സാം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കരുത്. എന്തിന്? നമ്മുടെ സ്കൂൾ തന്നെ ഒരു പ്രാവശ്യം ഡിസ്ട്രിക്ട് ഫസ്റ്റ് വന്നിട്ടില്ലേ? 2 പ്രാവശ്യം സ്റ്റേറ്റ് ഫസ്റ്റ് വന്നിട്ടില്ലേ? സോറി സാർ, നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. ഇനി +1ൽ +2 ക്ലാസ് ഒന്നും എടുക്കില്ല സാർ. 9th 10th പാഠം എടുക്കില്ല സർ. കുട്ടികളെ ഒരുപാട് വിഷമിപ്പിക്കാതെ അവർ തന്നെ പുറത്തുപോയി നന്നായിട്ട് പഠിച്ച് നല്ല വിദ്യാർത്ഥികളായി കൊണ്ടുവരാം സർ. താങ്ക്സ് മൈ ഡിയർ ടീച്ചേഴ്സ്. അതാണ് എൻ്റെ ലക്ഷ്യം. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. സാർ, എന്താ ഇത്? ആരാ ഇത് ചെയ്തത്? നിങ്ങളെ പോലൊരു അധ്യാപകനെ ഇനി ഈ നാടിന് കിട്ടുമോ സാർ? ഈ നാടിന് നിങ്ങൾ നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ. ആ മഹാഭാവികള് നിങ്ങളെ കൊന്നുകളഞ്ഞല്ലോ. ഭരത്തെ, നമ്മുടെ സാറെങ്ങനെ നിന്ന് രക്ഷിക്കുക. നമ്മുടെ ഗ്രാമത്തിന് മാത്രമല്ല നമ്മുടെ നാടിന് തന്നെ ഒരു അധ്യാപകൻ എങ്ങനെ ഉണ്ടാവണമെന്ന് തെളിയിച്ചതാണ് ഇദ്ദേഹം. ഭരതേട്ട, നടരാജൻ മാസ്റ്ററുടെ സ്കൂളില് കുട്ടികളെ ചേർത്തൊന്നും പറഞ്ഞ് മാതാപിതാക്കളെ സമാധാനത്തോടെ ഉറങ്ങുക. ഇത്ര നല്ല മനുഷ്യൻ മരിക്കരുതായിരുന്നു. എന്റെ ജീവൻ കൊടുത്തെങ്കിലും മാഷിന്റെ ജീവൻ തിരിച്ചു കൊണ്ടുപോ ചേട്ടാ. ആത്മാക്കൾക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഒരു ആത്മാവ് ആരും പ്രതികാരം ചെയ്യില്ല. ഒരു ആത്മാവ് ദൈവത്തിന് തുല്യമാണ്. അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ നീ ശ്രമിക്കരുത്. ഒരു ദൈവമായിട്ട് നീ എന്നെ കരുതുന്നുണ്ടെങ്കിൽ ഈ സ്കൂള് നീ എടുത്ത് നടത്തണം. അതാണ് നീ എനിക്ക് ചെയ്യുന്നത്. എന്ത് പറ്റി ഭരതേട്ട? മാഷ് എന്താ പറഞ്ഞത്? പറയ് ഭരതേട്ട. ഒന്നും തെളിച്ച് പറഞ്ഞിട്ടില്ല. എന്റെ ജീവൻ തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് മറഞ്ഞുപോയി. ഈ സ്കൂൾ ഞാൻ നടത്തി കാണിക്കും. ഇത് മാത്രമാണ് ഇനി എന്റെ ലക്ഷ്യം. നമ്മുടെ സാറാണ്